നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു മട്ടൺ റോഗൻ ജോഷാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. 250 ഗ്രാമോളം മട്ടൺ നല്ല രീതിയിൽ വാഷ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു. നമ്മളിപ്പോൾ ആദ്യം തന്നെ അത് മട്ടൺ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അതിലേക്ക് നമ്മൾ ഹോളായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുന്നത്, ഇഞ്ചിയും വെളുത്തുള്ളിയും മുഴുവനോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നേരം മട്ടൺ കുക്കാൻ വേണമെന്നുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ തൈര് 1/2 കപ്പോളം, ജീരകം, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. അല്പം ടൊമാറ്റോ കെച്ചപ്പാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഓയിൽ അല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലാണ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുകയാണ്. ഒരു 5 വിസിൽ കൊണ്ട് നല്ല രീതിയിൽ മട്ടൺ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുക്കറിലാണ് ഇത് വേവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ശരിക്കും ഇത് ഡയറക്റ്റ് വേവിച്ച് ആ സ്റ്റോക്ക് ശരിക്കും പൊന്തി വരുന്നതാണ് ഇതിൻ്റെ സെയിം ആ ഒരു പേരിൻ്റെ അർത്ഥം തന്നെ. ആ ഓയിൽ മയം ശരിക്കും പൊന്തി നിൽക്കുന്നതാണ്. അപ്പോൾ അത് ഡയറക്റ്റ് കുക്ക് ചെയ്താലും നല്ല ടേസ്റ്റായിട്ട് കിട്ടും. നമ്മളിപ്പോൾ കുക്കറിൽ തന്നെയാണത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. 5 വിസിലോളം വന്ന് 15 മിനിറ്റ് ശേഷമാണ് നമ്മൾ കുക്കർ ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ മട്ടൺ വെന്ത് കിട്ടി. ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിൽ, അതിലേക്ക് സാദാ ജീരകം, ഏലക്കായ, ഗ്രാമ്പു, പട്ട എല്ലാം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ചേർക്കുന്നത്. ഒരല്പം വെളുത്തുള്ളി, അല്പം ഇഞ്ചി, ഇനി ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇത് നല്ല രീതിയിൽ സോട്ടായി വന്നതിന് ശേഷം നമുക്ക് ചെറിയ വലിപ്പത്തിലുള്ള പകുതി സവാള നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത്. അല്പം കൂടി ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. ഇനി ഇതിലേക്ക് അല്പം കൂടി നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ വരണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയുടെ പകുതി പീസാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. അത് നല്ല രീതിയിൽ സോട്ടായി പച്ചക്കുത്തിലെല്ലാം പോയതിന് ശേഷം നമ്മൾ അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും ഒക്കെ ഇട്ട് നമ്മൾ മസാല നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ബോയിൽ വെച്ചിട്ടുള്ള മട്ടൺ സ്റ്റോക്കോട് കൂടി നമ്മൾ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തു. അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ അടച്ചു വച്ചത് കുക്ക് ചെയ്യാണ്. നല്ല രീതിയിൽ കുക്കായ മട്ടനാണ്. എന്നാലും മട്ടൻ അങ്ങനെ ഓവറായിട്ട് വെന്ത് പോവില്ല. 15 മിനിറ്റോളം ഇങ്ങനെ കുക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. എന്നാലും ഓവർ ബോയിലായി പോവില്ല. ബാക്കിയുള്ള മീറ്റ് പോലെയല്ല മട്ടൻ. ഇനി അതിൻ്റെ ഓയിൽ മയം നല്ല രീതിയിൽ പൊന്തി വരുന്നവരെ നമ്മളതിനെ കുക്ക് ചെയ്യാണ്. മട്ടൺ ഡിഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശരിക്കും തെളി പോലെ ഓയിലെല്ലാം തെളിഞ്ഞു വരും. ഈ ഒരു പരുവത്തിൽ നമ്മൾ പാൻ ഓഫ് ചെയ്യാണ്. നമുക്കിത് ഈ സമയത്ത് സെർവ് ചെയ്യാവുന്നതാണ്.